ഈശോയിൽ സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഈശോയുടെയൊക്കെ തിരുനാളാണെന്ന് അല്ലേ? മംഗളവാർത്ത തിരുനാൾ. ഈശോ ജനിക്കുന്നതിൻ്റെ ആദ്യ വർത്തമാനം ഇന്നാണ് പറയുക. ഈ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. നമ്മളങ്ങനെ ഒരു ദീർഘദൂര യാത്ര, അങ്ങനെയാണല്ലോ തീർത്ഥാടനം, വളരെയധികം യാത്ര ചെയ്ത് വന്നവരാ. ഇപ്പോൾ യാത്രയ്ക്ക് നമുക്ക് വേളാങ്കണ്ണി പോയാലോ? നമുക്ക് പോകാം. അങ്ങനെ ഒരുമിച്ച് പ്ലാൻ ചെയ്ത് വന്നതാണ്. ആരെയും കെട്ടിവലിച്ചുകൊണ്ട് വന്നതല്ല, ഇഷ്ടമില്ലാതെ വന്നവരല്ല. ഇപ്പം നല്ല മനസ്സോടുകൂടെ വന്നവരാ. നല്ല മനസ്സുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ തീർത്ഥാടനമൊക്കെ നടത്താൻ പറ്റും. അപ്പോൾ ഞാൻ തയ്യാറാണ്, നമുക്ക് പോകാം, എങ്കിൽ ശരി, അങ്ങനെ തീരുമാനിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വന്നവരാ. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന ഒരു യാത്ര, അത് മറിയത്തിൻ്റെ സമ്മതം മൂളലിലാണ് അത് തുടക്കമിടുന്നത്. പറുദീസയിൽ തുടങ്ങി വെച്ചതാണ് ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം. പക്ഷേ അവിടെ ഹൗവയുടെ അനുസരണക്കേട് അവിടെ അത് മുറിച്ചു കളഞ്ഞു, അത് ബ്രേക്കായിപ്പോയി. പിന്നെ അത് കൂട്ടിച്ചേർക്കുന്നത് മറിയത്തിൻ്റെ അനുസരണം വഴിയാണ്. അപ്പോൾ ഇത് അനുസരണത്തിൻ്റെ തിരുനാൾ എന്ന് വേണമെങ്കിൽ പറയാം. ലൂക്ക 1:28 അല്ലെ, മറിയത്തിൻ്റെ അടുക്കൽ വന്ന് ദൈവദൂതൻ പറയുമ്പോഴും. അപ്പം പറുദീസയിലെ അനുസരണക്കേട് നസ്രത്തിലെ അനുസരണമായി മാറിയപ്പോൾ ആദ്യത്തെ ഹൗവ അനുസരണക്കേട് കാണിച്ചപ്പോൾ രണ്ടാമത്തെ ഹൗവ മറിയം അനുസരിച്ചു. അവിടെയാണ് ഇത്. ഈ രണ്ടാം ഹൗവ എന്ന പ്രയോഗം AD 160 തന്നെ ആദ്യത്തെ രക്തസാക്ഷികളിൽ ഒരാളായ വിശുദ്ധ ജസ്റ്റിൻ അത് പറഞ്ഞിട്ടുണ്ട്. ഇനി വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ ശിഷ്യൻ പോളിക്കാർപ്പിൻ്റെ ശിഷ്യൻ ഇറനേവുസ് അത് പറഞ്ഞിട്ടുണ്ട്, രണ്ടാം ഹൗവ എന്നത്. അപ്പോൾ അതായത് എവിടെയോ തുടങ്ങി വെച്ചത് അത് ബ്രേക്കായിപ്പോയത് പിന്നീട് വീണ്ടും തുടങ്ങി വെക്കുന്നത്, പിന്നെയും അത് തുടരുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിലൂടെയാണ്. അതാണ് ഇതിൻ്റെ ഈ തിരുനാളിൻ്റെ വലിയ പ്രാധാന്യം വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇത് ഭാരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ തീർത്ഥാടനം ഭംഗിയാകില്ലല്ലോ. നിർബന്ധിക്കപ്പെട്ട് അല്ല, ആരുടെയെങ്കിലും നിർബന്ധം മൂലം ഇവിടെ ഈ തീർത്ഥാടനത്തിന് വന്നു കഴിഞ്ഞാൽ അത് ഭംഗിയാകണമെന്നില്ല. ഒരമ്മ ഒരു സ്റ്റിക്കുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിലുള്ള ഒരാൾ ആരൊക്കെ കൂടെ വന്നതുകൊണ്ടാണ് അമ്മയ്ക്ക് വരാൻ പറ്റിയത്. ഞങ്ങൾക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ അമ്മയ്ക്ക് അവർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ മറിയത്തിൻ്റെ സമ്മതം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറിയത്തിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നു, മറിയം യെസ് എന്ന് പറയുന്നു. മറിയം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത് മറിയത്തിൻ്റെ അനുസരണം അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്താണ് അനുസരിച്ചത്? ദൈവത്തിൻ്റെ വാക്ക് അനുസരിക്കുന്നവർക്ക് വലിയ അനുഗ്രഹമാണ് ദൈവം വെച്ചിരിക്കുക. ഇല്ല, ഈ തീർത്ഥാടനത്തിന് വന്ന ഒരാളും അങ്ങനെ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഓരോ ശുശ്രൂഷകളിലൂടെ കടന്നു പോയപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് കിട്ടേണ്ടത് കിട്ടി, ഈ തീർത്ഥാടനം ഭംഗിയായി. തീർത്ഥാടനം പൂർത്തീകരിച്ചിട്ടില്ല, പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടേണ്ടത് കിട്ടി എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എന്താഗ്രഹിച്ചോ അതെനിക്ക് കിട്ടി, എനിക്ക് കേൾക്കാൻ പറ്റി. അപ്പോൾ നല്ല മനസ്സോടെ ചെയ്തു കഴിഞ്ഞാൽ അനുഗ്രഹം ഉണ്ടാവും. ഭാരപ്പെട്ട് ചെയ്യുന്നതൊന്നും അനുഗ്രഹമാകില്ല. നല്ല മനസ്സോടെ ചെയ്യുന്നില്ല. മറിയം നല്ല മനസ്സോടുകൂടെ സമ്മതം മൂളി. യെശയ്യാ പ്രവാചന പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം, അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ദർശിക്കും, ഐശ്വര്യം ആസ്വദിക്കും. അതാണ് പറയുക, വചനം അങ്ങനെയാണ് പറയുക. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഐശ്വര്യത്തിന് ബൈബിളിൽ വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ബിബ്ലിക്കൽ വാക്ക് വേണമെങ്കിൽ പറയാവുന്നത് അഭിഷേകം. അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അഭിഷേകം ആസ്വദിക്കും. അതാണ് മറിയത്തിൻ്റെ. അപ്പോൾ ഇത് അനുസരണത്തിൻ്റെ തിരുനാളാകുമ്പോൾ യഥാർത്ഥത്തിൽ ഈശോയ്ക്കുള്ള പ്രോജക്റ്റാണല്ലോ ഭൂമിയിൽ വരിക, മനുഷ്യനായി അവതരിക്കുക, മനുഷ്യർക്ക് വേണ്ടി, മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്ന ദൈവപിതാവിൻ്റെ ഈശോയുടെ മേലുള്ള ആഗ്രഹം. അത് തുടക്കമിട്ടത് മറിയത്തിൻ്റെ
ഫിയാത്ത് പറയുന്നത് കൂടെയാണ്. മറിയം ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോഴാണ്. അപ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് മറിയത്തിൻ്റെ വർത്തമാനം വഴി, മറിയത്തിൻ്റെ ഈ തിരുനാൾ, ഈ ഞാൻ തയ്യാറാണെന്ന് പറയുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് തുറക്കപ്പെട്ടത്, എത്ര ഐശ്വര്യങ്ങളാണ് സംഭവിച്ചത്, എത്ര നല്ല കാര്യങ്ങളാണ് ദൈവത്തിന് ചെയ്യാൻ പറ്റിയത്. ഒരാളുടെ അനുസരണം വഴി എത്ര നല്ല കാര്യങ്ങൾ സംഭവിച്ചു. നമ്മൾ യഥാർത്ഥത്തിൽ ഇത് ഭാരപ്പെട്ട് ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കലായിട്ട് അത് മറിയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. മറിയമേ ഞാനിങ്ങനെ വരും, നിന്നോട് ചോദിക്കും, നീ സമ്മതം പറയണം, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും. അങ്ങനെയൊന്നും മുന്നേ ഒരു കാര്യമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറിയത്തിനടുക്കൽ വരുന്നു, മറിയത്തിനടുക്കൽ ചോദിക്കുന്നു, മറിയം തയ്യാറാണെന്ന് പറയുന്നു. അപ്പോൾ ഈ അനുസരണം അത് ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവിക്കേണ്ട കാര്യമാണ്. നടപടി പുസ്തകം 5:32 തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണല്ലോ ലൂക്കായുടെ സുവിശേഷം നമ്മളത് കേൾക്കുന്നത് 1:35 ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ദൈവദൂതൻ പറയുന്നത് പരിശുദ്ധാത്മാവ് വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. നടപടി 5:32 തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് ഓരോ കാര്യങ്ങൾ വേണം, ഓരോ അനുഗ്രഹങ്ങൾ വേണം. നമ്മളതെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുക ഇല്ലേ. ഒരാൾ ആരുടെ പേരിൽ അല്ലേ ഒരു കടമുണ്ടായി, അത് ഒരാളുടെ പേരിൽ വേറെ കുറേ പേരെടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ ഭാരപ്പെട്ട് വിഷമിച്ചിങ്ങനെ നടക്കുക. അപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷകൾ ഇങ്ങനെ സ്വീകരിച്ച് കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ദൈവം ഒരു തോന്നൽ തോന്നിപ്പിക്കുകയാണ്, അതവർ വീട്ടിക്കോളും. ഇതെങ്ങനെ വളരെ സങ്കടപ്പെട്ട് മനസ്സിൽ വിഷമിച്ച് വന്ന ഒരാൾ അയാളുടെ ഇതെങ്ങനെ ഞാൻ വീട്ടും എന്ന് ഭാരപ്പെട്ട് നടക്കുന്ന ഒരാൾക്ക് ഉള്ളിലൊരു തോന്നൽ വരികയാണ്, അതവർ വീട്ടിക്കോളും. ഇത് ദൈവം ക്രമീകരിക്കുന്നതാണെങ്കിലോ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8:1 ദൈവം ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്ററ്റം വരെ ദൈവിക ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു. അവൾ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നു, എല്ലാ കാര്യങ്ങളും നന്നായി ക്രമീകരിക്കുന്നു. അപ്പം അത് പരിശുദ്ധാത്മാവ് ഏറ്റെടുത്താലോ ഈ ഒരു വാക്ക് അതവർ ചെയ്തുകൊള്ളും, അതവർ വീട്ടിക്കോളും എന്നൊരു വാക്ക് പരിശുദ്ധാത്മാവ് അത് ഏറ്റെടുത്ത് അവരുടെ ഹൃദയത്തിൽ കൊണ്ട് നിക്ഷേപിച്ചാലോ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഈ ഒരു തീർത്ഥാടനം അല്ലെങ്കിൽ സഭയിലൂടെയുള്ള ഈ ജീവിതം കൊണ്ടുപോകാതെ നല്ല സ്നേഹത്തോടെ കൊണ്ടുപോയാൽ, മറിയം ചെയ്തതുപോലെ ഭാരപ്പെട്ടനുസരിക്കാതെ നല്ല സ്നേഹത്തോടെ കൊണ്ടുപോയാൽ, മറിയത്തോട് ദൈവം പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് വരും. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് പ്രാർത്ഥിക്കാവുന്നൊരു കാര്യമല്ലേ, എനിക്ക് കുഞ്ഞുങ്ങളെ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം എനിക്ക് പരിശുദ്ധാത്മാവിനെ താ എന്ന് പറഞ്ഞാൽ പോരെ. മറിയത്തിന് കുഞ്ഞിനെ കൊടുത്ത ദൈവം നമുക്കും അതിനുള്ള വഴിയൊരുക്കി തരും. അപ്പോൾ ഇങ്ങനെ നമ്മൾ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ്. മലാക്കി പ്രവചനം 4:2 അതിൻ്റെ ചിറകളിൽ സൗഖ്യമുണ്ട്, ചിറകുള്ളത് പരിശുദ്ധാത്മാവ് ഇല്ല പ്രാവ്. അങ്ങനെയെങ്കിൽ ഈ രോഗികളായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, വടിയും കുത്തിപ്പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലേ? വടിയുടെ സഹായമില്ലാതെ അതിൻ്റെ ചിറകളിൽ സൗഖ്യമുണ്ട്. അപ്പം സൗഖ്യന്താ എന്ന് പറയുന്നതിന് പകരം നല്ല മനസ്സോടെ സഭ ദൈവത്തോട് ചേർന്ന് അനുസരിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കിട്ടില്ലേ, പരിശുദ്ധാത്മാവിനെ പോരെ. അപ്പോൾ അതാണ് എങ്ങനെ സംഭവിക്കും. ഇത് മറിയം അനുസരിച്ചത് കൊണ്ട് തുറക്കപ്പെട്ട ഒരു വലിയൊരു അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഇനി എന്താണ് അനുസരിക്കേണ്ടത്? എന്തെങ്കിലും ഒരു വാക്ക് അല്ലേ അനുസരിക്കേണ്ടത്? അതാണ് മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നെ നിറവേറട്ടെ. സുഭാഷിതങ്ങളുടെ പുസ്തകം 16:20 ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. നിങ്ങളെന്ത് ശ്രദ്ധിക്കേണ്ട 2 വാക്കുകളാണ്. തന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. ഐശ്വര്യം നമുക്കതല്ലേ വേണ്ടത്. ഇനി ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം എന്ന് പറഞ്ഞാൽ അഭിവൃദ്ധി, നല്ല മേൽക്കുമേൽ വളർച്ച എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഉത്കർഷം നേടും. ദൈവവചനം ആദരിക്കുന്നവൻ ഉത്കർഷം നേടും. മറിയം പറഞ്ഞത് ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ. നടപടി പുസ്തകം 20:32 അതിപ്രകാരമാണ്. നടപടി പുസ്തകം 20:32
നിങ്ങളെ ഞാൻ കർത്താവിനും അവിടുത്തെ കൃപയുടെ വചനത്തിനും ഭരമേൽപ്പിക്കുന്നു. നിങ്ങൾക്ക് ഉത്കർഷം വരുത്തുന്നതിനും സകല വിശുദ്ധരുടെ ഇടയിൽ അവകാശം തരുന്നതിനും ഈ വചനത്തിന് കഴിയും. അപ്പോൾ അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, വചനമനുസരിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവത്തിൻ്റെ വാക്ക് ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ കിട്ടുന്ന അനുഗ്രഹമാണ് ഉത്കർഷം, പരിശുദ്ധാത്മാവ്. അപ്പോൾ അതുകൊണ്ട് 12 ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 12-ാം വാക്യം എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. അല്ല, മക്കൾ പരീക്ഷയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ, ജോലി, ഇൻ്റർവ്യൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പോയി ചില കാര്യങ്ങൾ ക്രമീകരിച്ചു തരും. എന്താണ് പറയേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും. നടപടി പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഇന്നലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ, 2 പേര്, അമ്മയും മകനും പോലീസുകാരാണ്. അവർക്ക് ചില കേസുകളൊക്കെ ഇങ്ങനെ ഡീൽ ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ധൈര്യം. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് വേണ്ട ധൈര്യമാണ്. അത് പരിശുദ്ധാത്മാവല്ല തരുന്നത്. അതുകൊണ്ട് ഈ തിരുനാൾ നമ്മളെ പഠിപ്പിക്കുന്ന വലിയ കാര്യങ്ങളിതാ. ഭാരപ്പെടാതെ നല്ല മനസ്സോടെ ചെയ്തു കഴിഞ്ഞാൽ, അനുസരിക്കാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും. ഈ ഒരു കുഞ്ഞു കാര്യം നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ഈ തീർത്ഥാടനം വലിയ സ്നേഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അനുഗ്രഹമാണ്. അതുപോലെ കത്തോലിക്ക വിശ്വാസ ജീവിതം, കൗദാശിക ജീവിതം, നിരന്തരമുള്ള കുംഭസാരം, കൂടെയുള്ള കുർബാന സ്വീകരണം, ദൈവകൽപ്പനകൾ പാലിക്കൽ, ഈ തപസ് കാലത്തിൻ്റെ അരൂപിയിലൂടെ കടന്നു പോകുമ്പോഴുള്ള ചില നിഷ്ഠകൾ, ഇത് നമ്മൾ സ്നേഹത്തോടെ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും, നമുക്ക് ഐശ്വര്യമുണ്ടാകും, നമ്മുടെ ജീവിതത്തിൽ ഉത്കർഷമുണ്ടാകും. മറിയം തുടക്കമിട്ടത് നമുക്ക് ഒരു പ്രത്യാശയാണ്. മറിയം ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് എവിടെയോ ബ്രേക്കായിപ്പോയ ദൈവത്തിൻ്റെ പദ്ധതി വീണ്ടും ആരംഭിച്ചത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ, കടബാധ്യത മൂലമോ, കുഞ്ഞുങ്ങളില്ലാത്തത് മൂലമോ, വിവാഹം നടക്കാത്തത് മൂലമോ, നല്ലൊരു ജോലി കിട്ടാത്തത് മൂലമോ നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ ഈ മറിയത്തെ കൂട്ടുപിടിക്കും. മറിയം റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, മറിയത്തിൻ്റെ ഒരൊറ്റ വാക്കിലാണ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി തുടർന്ന് മുന്നോട്ട് പോയതെങ്കിൽ, മറിയത്തിൻ്റെ ഒരൊറ്റ വാക്ക് മതി. സ്വർഗം നിഷേധിക്കാത്ത മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം, പ്രിയ ദൈവ പൈതലെ, നമുക്ക് വലിയ ശക്തിയാണ്. ദൈവം ഇത്ര ബഹുമാനിച്ചെങ്കിൽ, ദൈവകൃപ നിറഞ്ഞവളെ എന്ന് പറഞ്ഞ് സ്വർഗം ബഹുമാനിച്ചവളെ, പ്രിയ ദൈവ പൈതലെ, നീ ബഹുമാനിച്ചാൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥനയോടുകൂടെ ഈ തിരുനാൾ നമുക്ക് കൊണ്ടാടാം. അനുഗ്രഹത്തിൻ്റെയും പ്രത്യാശയുടെയും ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ശക്തിയുടെയും തിരുനാളായി മാറട്ടേത്. പ്രത്യാശ വെടിയാതെ പാരിന്നതീശന് പുൽക്കൂട്ടിലന്നു നീ ജന്മമേകി. പ്രത്യാശ വെടിയാതെ പാരിന്നതീശന് പുൽക്കൂട്ടിലന്നു നീ ജന്മമേകി. പ്രത്യാശയറ്റിന്ന് ക്ലേശം വഹിക്കുന്ന മർത്യനു പ്രത്യാശ തീരമാകൂ. മർത്യനു പ്രത്യാശ തീരമാകൂ. ഈ തിരുനാൾ അനുഗ്രഹമാകട്ടെ, ഈ തീർത്ഥാടനം അനുഗ്രഹമാകട്ടെ, ഈ തപസ്സുകാലം അനുഗ്രഹമാകട്ടെ, ഈ കുർബാന അനുഗ്രഹമാകട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.